ഹലോ, അതെ, സാറുണ്ട്, സാറിന് കൊടുക്കാം. സാർ, ഫോൺ. യെസ്, CA സ്പീക്കിംഗ്. എപ്പോ? ഏത് ഹോസ്പിറ്റലാ? ഓക്കെ, ഞാനെത്തി. യെസ്, കമിങ്. ഇരിക്കൂ സാർ. എന്താ സംഭവിച്ചത്? സാർ, കുറച്ചു മുമ്പ് മുല്ലശ്ശേരി പാപ്പ എന്നൊരാളെ പരിക്ക് പറ്റി ഇവിടെ കൊണ്ടുവന്നിരുന്നു. തലക്കായിരുന്നു പരിക്ക്. എന്നിട്ട്? അയാളിപ്പോൾ അബോധാവസ്ഥയിലാണ്. തലക്ക് ചുരുങ്ങിയത് 6 സ്റ്റിച്ചുണ്ട്. അയാളിപ്പോ എവിടെ ഉണ്ട്? ചെറിയൊരു പ്രോബ്ലം ഉണ്ട് സാർ. വാട്ട് പ്രോബ്ലം? ആളെ കണ്ടിട്ട് ചെറിയ സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കൂ സാർ. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഷേവ് ചെയ്യുമ്പോൾ അയാളുടെ തലമുടി വെപ്പുമുടിയാണെന്ന് മനസ്സിലായി. താടി അങ്ങനെ തന്നെ. എന്നിട്ട് ആളെവിടെ? സാർ, ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ മയക്കത്തിലാണ്. ഏത് നിമിഷവും സഹിക്കാൻ പറ്റുന്ന ചെയ്തു പോയതാണ്. അയാളെ തല്ലരുതെന്ന് ഞാൻ പറയുന്നത് കേക്ക്. അയാളെ തല്ലരുതെന്ന്. ഇങ്ങനെ പേപ്പർ തല്ലണപ്പോഴല്ലേ അയാളെ തല്ലരുത്. നിങ്ങളൊക്കെയാണ് യഥാർത്ഥ വിപരീതം. ഇങ്ങനെ മാറി നിൽക്കുക. അയാളെ തല്ലരുതെന്ന്. എന്തൊരു കഷ്ടം പറയണ കേക്ക്. അയാളെ തല്ലരുതെന്ന് ഞാൻ പറയണത് കേക്ക്. ഇത്രയും വിവരത്തെ ചെറുതായി പോയല്ലെങ്കിൽ ഞാൻ പറയണത് കേക്ക്. ഇറങ്ങി ഓടാങ്ങോട്ട്. ഈ പന്ന കഴിവേറിയ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? ഇവൻ ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവനാണ് പിടികിട്ട പുള്ളി കഞ്ചാവ് വാസു, റിപ്പർ ഭാസ്കരൻ, ഈരപ്പൻ മൊയ്തീൻ, കടുവ രാജു. ഈ പേരിലൊക്കെ അറിയപ്പെടുന്ന പക്ക ക്രിമിനൽ. 8 വർഷം മുമ്പ് അവയവ കച്ചവടത്തിന്റെ പേരിൽ ഞാൻ അറസ്റ്റ് ചെയ്ത ഈ പന്ന കഴിവേറിയെ. ഇവനാണ് കണ്ണൂരിൽ നിന്ന് 3 വർഷം മുമ്പ് ജയിൽ ചാടിയ ജയിൽ പുള്ളി. ഇവനാണ് മുല്ലശ്ശേരി പാപ്പ. പല നാടുകളിലായി അവയവ കച്ചവടം നടത്തുന്ന ഇവൻ ഇവിടെയും തട്ടിപ്പ് നടത്തി. പൊന്നുമോളെവിടെ? പൊന്നുമോളെ ഇവനൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നിർത്തൂ. ഇവനെ കൈകാര്യം ചെയ്യേണ്ടത് പോലീസിന്റെ പണിയാണ്. താടിയും മുടിയും നീട്ടി കയ്യിലൊരു ദസ്തിമാലയും പിടിച്ച ഇവിടെ ഒരുത്തനും ദൈവമാവൂല. ഇത്തരക്കാരുടെ വലയിൽ വീഴുന്നവനാണ് ഭ്രാന്ത്, ആത്മാവില്ലാത്ത മതഭ്രാന്ത്. അസീസെ, സോറി അസീസെ, ഐ ആം റിയലി സോറി. സാറല്ല, ഈ അടിയൊക്കെ വാങ്ങിയാലും നാട്ടുകാർക്കൊരു ബോധം വന്നല്ലോ, അത് മതി. ഇനി ആരും ഭ്രാന്തനാക്കൂലല്ലോ. ആദർശശുദ്ധിയും മതഭക്തിയും പറഞ്ഞവരെ നാക്കൊക്കെ ഇറങ്ങിപ്പോയോ? അള്ള കുറെ പേർക്ക് ശിഫ കൊടുത്തു എന്ന് പറഞ്ഞ് ഇവരെയൊക്കെ പടച്ചോനായി കണ്ടില്ലേ? നിങ്ങളൊക്കെ പറഞ്ഞു തരുന്നില്ലേ ഓരെ പടച്ചോനായി കണ്ട്? ജപമാലയുമായി ചമ്രം പടിഞ്ഞിരുന്നും കയ്യിൽ തസ്ബീമാലയും വെച്ച് പള്ളിയിലും ഇത്തരം സ്ഥലത്തും ഭജനിരിക്കുന്നതല്ല ആദർശശുദ്ധിയുടെ അടയാളം. ഇതൊന്നും ഒരിക്കലും പടച്ചോൻ പൊറുക്കൂല കൂട്ടരെ. ഇതൊക്കെ സാമ്പത്തിക നേട്ടത്തിന് മറ്റുള്ളവരെ കാണിക്കാനുള്ള കാട്ടിക്കൂട്ടലുകൾ. ഈ തിരിച്ചറിവ് കൈവരാത്തിടത്തോളം കാലം നമ്മൾ ഇങ്ങനെ തന്നെ തുടരേണ്ടി വരും. കേവല ആചാരാനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങുന്നതല്ല യഥാർത്ഥ മതഭക്തി. പടച്ചവനോട് പറയാനുള്ളത് നേരിട്ട് പറയൂ കൂട്ടരെ. ഇനിയെങ്കിലും നമുക്ക് അതങ്ങ് മനസ്സിലാക്കാം.
അബ്ദുള്ളേ, ഇറങ്ങിക്കോ. ഇതാ എന്റെ പൊന്നുമോള്.